നമ്മുടെ സിസ്റ്റത്തിന്റെ സ്ക്രീൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം, എസ്പെഷ്യലി വെൻ യു ട്രൈങ് ടു കമ്പയർ ടു സെറ്റ്സ് ഓഫ് ഡാറ്റ. ഈ ഒരു വർക്ക് ബുക്കിൽ 2 ഷീറ്റ് ഉണ്ട്. ഒന്നാണെങ്കിൽ മെയിൻ ഡാറ്റ സെറ്റ്, രണ്ടാമത്തത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള യുവർ ടേബിളും ചാർട്ടും. രണ്ടും ഡിഫറെന്റ് ഷീറ്റിലാണ്. എനിക്കിത് 2 സ്ക്രീനിലായി കാണിക്കണം. അതായത് ഒരേ ടൈമിൽ തന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാണ്ട് സിംഗിൾ സ്ക്രീനിൽ ഈ മെയിൻ ഡാറ്റയും ആ ചാർട്ടും ഒരുമിച്ച് കാണിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വ്യൂ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വിൻഡോ എന്നുള്ള റിബൺ കാണാം, ക്ലിക്ക് ചെയ്യുക. ന്യൂ വിൻഡോ. ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു അഡീഷണലി വിൻഡോ, അതായത് ആ സെയിം ഡാറ്റന്റെ വേറെ തന്നെ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ശേഷം നമുക്കത് ഇങ്ങനെ കിട്ടിയാൽ പോലെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. അതുകൊണ്ട് വീണ്ടും വ്യൂ ടാബ് ക്ലിക്ക് ചെയ്യുന്നു, വിൻഡോയിലേക്ക് വരുന്നു, അറേഞ്ചോട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വെർട്ടിക്കൽ സ്റ്റൈലും ഹോറിസോണൽ സ്റ്റൈലും അറേഞ്ച് ചെയ്യാം. ഈ ഒരു കേസിൽ ഞാൻ ഹോറിസോണൽ ക്ലിക്ക് ചെയ്യുന്നു. മേക്ക് ഷുവർ വിൻഡോസ് ഓഫ് ആക്റ്റീവ് വർക്ക് ബുക്ക് ടിക്ക് ചെയ്യണമെന്നില്ല. കാരണം ഇത് ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മറ്റുള്ള വർക്ക്ഷീറ്റ് എല്ലാം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വരും. ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2 വിൻഡോ ഹോറിസോണൽ സ്റ്റൈൽ കാണിച്ചു, കണ്ടില്ലേ? ഇനി ഞാൻ ഒരു സ്ക്രീനിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാലും താഴെ അതേ സ്ക്രീനിൽ തന്നെ സെയിം ഇമ്പാക്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഡിലീറ്റ് ചെയ്താലും ആ ഇമ്പാക്ട് വന്നിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ഒരേ ടൈമിൽ തന്നെ ഇനീഷ്യലി പറഞ്ഞ പോലെ മെയിൻ ഡാറ്റയും ആ ഒരു ചാർട്ട് ഒരേ ടൈമിൽ കമ്പാരിസൺ ചെയ്യണം. അതുകൊണ്ട് ഞാൻ മുകളിലുള്ള ചാർട്ട് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നു ഈ ഒരു സ്റ്റൈലിൽ, റൈറ്റ്? ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ആ ടാബിളും കാണാം. ഏതെങ്കിലും ഡാറ്റ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു, താഴത്തത് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീഫ്രഷ് ചെയ്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇമ്പാക്ട് കാണാം മുകളിലല്ലേ. അതായത് നമ്മൾ ആ കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് ഫോർ ടൈം ബിങ് 2 സ്ക്രീനായിട്ട് കാണിക്കുകയാണ്. നമ്മൾ അനലൈസേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഏതെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ച ആ സ്ക്രീൻ ക്ലോസ് ചെയ്താൽ മതി. പിന്നെ കാണിക്കുന്ന സ്ക്രീനായിരിക്കും ഒറിജിനൽ ആയിട്ട് അവിടെ. ഈ കേസിലെ സ്ക്രീൻ ഞാൻ ക്ലോസ് ചെയ്തു, അതുകൊണ്ട് മറ്റു സ്ക്രീനോടെ സ്റ്റേബിൾ ആയി കിടക്കുന്നുണ്ടാവും.